എൻ്റെ പേര് സാബുരാജ്. സാബുരാജ്. പക്ഷേ എൻ്റെ ചോദ്യം, സ്കൂളിൽ ഈ ടൈം മാറ്റുന്നതിന് പ്രാർത്ഥനയെക്കുറിച്ച് എല്ലാം നമ്മൾ വളരെ ആകുലതരാണ്. ഇപ്പം കഴിഞ്ഞ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ പഴയ മലയാളത്തെ ഭാഷയിൽ കർക്കിടക മാസം തുടങ്ങിയ പിന്നെ അതിനിപ്പോൾ ഒരു പുതിയ പേര് കുറച്ച് നാളുകളായിട്ട് കേൾക്കുന്നുണ്ട്, രാമായണ മാസം എന്ന്. നമ്മുടെ എല്ലാ പത്രങ്ങളിലും ഒരു കോളം കാണാം, രാമചിന്ത, രാമായണ ചിന്ത എന്ന് പറഞ്ഞ് കേരളത്തിലെ ഏറ്റവും വലിയ എഴുത്തുകാർ, എൻ്റെ ഗുരുവായ സാനുമാഷ് അടക്കമുള്ളവർ എഴുതുന്ന ഒരു പക്തി കാണാം. അതിൽ മുസ്ലിം സമുദായത്തിൽ ജനിച്ച, ക്രൈസ്തവ സമുദായത്തിൽ ജനിച്ച എൻ്റെ ചില പ്രിയപ്പെട്ട എഴുത്തുകാരും അതിനകത്ത് എഴുതുന്നുണ്ട്. ഇവരൊക്കെ എഴുതുമ്പോൾ രാമായണം മുഴുവൻ ഒരു ഹൈന്ദവ കുടുംബത്തിലായിട്ട് അന്ന് തൊട്ട് ഇന്ന് വരെ വായിച്ചിട്ട് ഞാനൊന്നും കണ്ടെത്താത്ത രാമനെ മര്യാദ പുരുഷോത്തമൻ എന്ന പേരിൽ ഇവരെല്ലാവരും അവതരിപ്പിക്കുന്നുണ്ട്. നമ്മുടെ സാംസ്കാരിക നായകന്മാർ, സാംസ്കാരിക എഴുത്തുകാർ, മാഷോടൊപ്പം വേദികൾ പങ്കിടുന്ന, മാഷക്ക് വളരെ വ്യക്തിപരമായി പ്രിയമുള്ള സാനുമാഷ് അടക്കമുള്ളവർ എഴുതുന്നുണ്ട്. എന്താണ് ഈ രാമായണ മാസം എന്ന RSSകാരുടെ പ്രോഗ്രാമിൽ ഇതിനെ മഹത്വീകരിക്കാൻ ഈ സാംസ്കാരിക നായകർ കാട്ടിക്കൂട്ടുന്ന ഈ വൃത്തികേടിനെ കുറിച്ച് മാർഷയുടെ അഭിപ്രായം എന്താ? ഇതിലൊരു പ്രശ്നമുള്ളത്, ഈ രാമായണം എന്നുള്ള പുസ്തകം ഏറ്റവും ചുരുങ്ങിയത് 2000 കൊല്ലമായി ഇന്ത്യയിൽ ഉള്ള ഒരു ടെക്സ്റ്റാണ് വാൽമീകി രാമായണം. പിന്നീട് ആധ്യാത്മ രാമായണം, അതിൻ്റെ പരിഭാഷകൾ, പുനഃസൃഷ്ടികൾ, അങ്ങനെ ഉള്ള പ്രശ്നം. ഈ രാമായണത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ രാമായണം, ഇപ്പോൾ നിങ്ങൾക്കത് ചരിത്ര ഗ്രന്ഥമാണ് എന്നാണ് ഹിന്ദുത്വക്കാർ പറയുന്നത്. രാമൻ ചരിത്ര പുരുഷനാണ്, അതൊരു വിശുദ്ധ ഗ്രന്ഥമാണ് എന്ന് വിചാരിക്കേണ്ട ആളുകൾ, കാരണം അത് രാമൻ വിഷ്ണുവിൻ്റെ അവതാരമാണ്. എന്നെപ്പോലെ അനേക ലക്ഷം ആളുകൾ അതൊരു സാഹിത്യകൃതിയാണ് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഈ കർക്കിടകത്തിൽ 30 ദിവസം അധ്യാത്മരാമായണം കിളിപ്പാട്ട് വായിക്കുക എന്നുള്ളത് ഒരു RSS പ്രോഗ്രാം അല്ല. കാരണം ഇവിടെ ഇപ്പോൾ RSS ശക്തിപ്പെട്ടത് ഈ അടുത്ത കാലത്താണ്. അതിനു മുമ്പ് രാമായണം വായിക്കും. അപ്പോൾ RSSകാരൻ്റേതാണ് രാമായണം എന്ന് ഞാൻ എടുക്കുന്നില്ല. അവർ രാമായണം എടുക്കുന്നുണ്ട്, ഞാനും എടുക്കുന്നുണ്ട്. അപ്പോൾ സാനുമാഷ് എഴുതുമ്പോൾ അതിൻ്റെ, ഞാൻ അദ്ദേഹത്തിൻ്റെ കോളം വായിച്ചിട്ട് പറഞ്ഞതല്ല, അദ്ദേഹം ഒരു സാഹിത്യ അധ്യാപകനാണ്. അതിൻ്റെ സാഹിത്യ മൂല്യത്തെപ്പറ്റി ആയിരിക്കും അദ്ദേഹം പറയുന്നുണ്ടാവുക. ഇപ്പോൾ ഖുർആൻ അല്ലെ ബൈബിള് വേദഗ്രന്ഥമാണ് എന്ന് വിചാരിക്കുന്ന ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ ഉണ്ടാവും. ബൈബിൾ ഒരു സാഹിത്യകൃതിയാണെന്ന് എടുക്കാം, ഖുർആൻ ഒരു സാഹിത്യകൃതിയാണെന്ന് എടുക്കാം. അപ്പോൾ ഇത് പല മാനങ്ങളുള്ള മൾട്ടി ഡയമെൻഷൻ ഉള്ള ഒരു പുസ്തകത്തിൻ്റെ പേരാണ് ഭാരതം, അല്ലെ രാമായണം, അല്ലെ ഗീത. ഇപ്പോൾ ഞാൻ വേറെ ഉദാഹരണം പറഞ്ഞാൽ, അഹിംസാവാദിയാണ് ഗാന്ധി. അത് വളരെ പ്രസിദ്ധമാണ്, പ്രത്യേകിച്ച് ആരും തർക്കിക്കില്ല. അദ്ദേഹം 40 കൊല്ലം അധ്വാനിച്ചിട്ടാണ് ഗീതയ്ക്ക് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ അനാസക്തി യോഗം എന്നുള്ള വ്യാഖ്യാനം എഴുതിയത്, പരിഭാഷ. അതേപോലെ സംസ്കൃതം അങ്ങനെ അധികം പഠിച്ച ആളല്ല ഗാന്ധി. അദ്ദേഹത്തിന് 3 ഭാഷയാണ് അറിയുന്നത്. ഒന്ന് ഗുജറാത്തി, വേറൊന്ന് ഹിന്ദി, വേറൊന്ന് ഇംഗ്ലീഷ്. പിന്നെ ചില വാക്കുകളൊക്കെ, ചില അക്ഷരമൊക്കെ എഴുതാൻ അറിയാം ഉറുദുവിൽ. സംസ്കൃതത്തിൽ കുറച്ചൊക്കെ അറിയാം, കാര്യമായിട്ട് അറിഞ്ഞുകൂടാ. ഗാന്ധി മഹാഭാരതത്തെയും ഗീതയും വ്യാഖ്യാനിച്ച് വളരെ വ്യത്യസ്തമായിട്ടാണ്. അപ്പം നമ്മൾ സാധാരണഗതിയിൽ കാണുമ്പോൾ അമ്പയക്കൂ, മടിച്ചു നിൽക്കണ്ട, എഴുന്നേൽക്കൂ, ഉത്തിഷ്ഠ ഭാരത, എഴുന്നേൽക്ക്, അമ്പയക്ക് എന്ന് യുദ്ധത്തെ പ്രചോദിപ്പിക്കുന്ന ഒരു കൃഷ്ണയാണ് നമ്മൾ ഗീതയെ കാണുന്നത്. ഗീതോപദേശം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അകർമ്മണ്യതയിൽ നിന്ന്, ഉദാസീനതയിൽ നിന്ന്, നിങ്ങളുടെ നിസ്സഹായതയിൽ നിന്ന്, നിരാശയിൽ നിന്ന് നിങ്ങളെ ഉയർത്തിയെടുത്ത് കർമ്മോത്സുകനാക്കുന്നൊരു ഉപദേശമാണ് ഗീതയ്ക്കുള്ളത്. അത് ഹിംസയുടെ ഉപദേശമാണെന്നാണ് സാധാരണഗതിയിൽ ആൾക്കാർ എടുക്കുക. അങ്ങനെയാണ് ഗോഡ്സെ എടുത്തത്. ഗോഡ്സെയുടെ കയ്യിലെ പ്രധാനപ്പെട്ട പുസ്തകത്തിൻ്റെ പേര് ഭഗവത്ഗീത എന്നാണ്. ആ പുസ്തകം തന്നെ ഗാന്ധിയുടെ കയ്യിലുള്ളത്. ഗാന്ധി പറഞ്ഞു, ഈ കുരുക്ഷേത്ര യുദ്ധം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഭൂമിയിൽ നടന്ന യുദ്ധമല്ല. കുരുക്ഷേത്രം എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സാണ്. അതിലെ
കുരുപാണ്ഡവന്മാർ എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിലെ ധർമാധർമ്മ ചിന്തകളാണ്. കാരണം ഗീത ഉയർത്തിപ്പിടിക്കുന്നത് ആസക്തിയല്ല, അനാസക്തിയാണ്. അനാസക്തി ആണ് നിങ്ങൾ പറയുന്നതെങ്കിൽ, നിർമ്മമത്വമാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ, നിർലേപത്വമാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അതിന് ഹിംസ പാടില്ല. അതുകൊണ്ട് അതിലെ ഹിംസ മുഴുവൻ, യുദ്ധം മുഴുവൻ ഒരു അലങ്കാര കൽപ്പന മാത്രമാണ്. ഈ കൃഷ്ണൻ എന്ന് പറയുന്നത് നിങ്ങളുടെ തൻ്റെ ഇടമാണ്, അർജുനൻ എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സാണ്, ഈ കുതിരകളൊക്കെ നിങ്ങളുടെ ഇന്ദ്രിയങ്ങളാണ്. അതുകൊണ്ട് അഹിംസയാണ് അതിൻ്റെ സന്ദേശം എന്ന് ഗാന്ധി അതിനെ വേറെ തരത്തിൽ വ്യാഖ്യാനിക്കും. ഗോഡ്സെ അതിനെ നേർക്കെടുത്തു, ഗോഡ്സെ നടപ്പാക്കുകയും ചെയ്തു. അങ്ങനത്തെ ഒരാളെ കൊന്നുകളയാണ് വേണ്ടതെന്ന് കൃഷ്ണൻ പറഞ്ഞു, എന്നാൽ പിന്നെ കൊന്നുകളഞ്ഞു. അപ്പം ഇതുകൊണ്ട് ഒരു പുസ്തകത്തെ എടുക്കുന്നു എന്നുള്ളതല്ല, അതിനെ എങ്ങനെ എടുക്കുന്നു, എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഈ രാമായണത്തെപ്പറ്റി ഒരു ലേഖനം വേണം എന്ന് പറഞ്ഞാൽ എൻ്റെ നിലയ്ക്ക് ഒരു ലേഖനം ഞാനും എഴുതും. ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞ കൊല്ലം മാതൃഭൂമി, രാമായണത്തിൽ മാഷക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ആരാണ്, അന്ന് എഴുതി അയക്കണം എന്ന് പറഞ്ഞു. ഇത്ര പേജേ പാടുമെന്ന് പറഞ്ഞു. ഞാൻ എഴുതി അയച്ചത് വാൽമീകിയെ പറ്റിയാണ്. വാൽമീകി അതിലൊരു കഥാപാത്രമാണ്. കാരണം ഏത് അന്യായത്തെയും ചോദ്യം ചെയ്യുന്ന, മഹാരാജാവിനെ വെല്ലുവിളിക്കുന്ന ഒരാളായിട്ട് വാൽമീകി അതിനകത്തുണ്ട്. അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, ഈ രാജദർബാറിൽ ഈ ദശരഥ മഹാരാജാവിൻ്റെ പുത്രൻ ഈ മുപ്പാരനെയും വിറകൊള്ളിച്ച രാവണനെ കൊന്ന് ലങ്ക കീഴടക്കി സീതയെ വീണ്ടെടുത്ത് ഈ പരാക്രമിയോട് വന്നിട്ട് ഈ കാട്ടുജാതിക്കാരനായ ഒരു കവി വന്നിട്ട് പറയാണ്, അല്ലയോ മഹാരാജൻ, 1000 ആണ്ടുകളുടെ എൻ്റെ തപശക്തി മുഴുവൻ ഞാൻ അങ്ങയുടെ മുമ്പിൽ പണയം വയ്ക്കാം. അങ്ങ് പറയൂ, അറിഞ്ഞോ അറിയാതെയോ ഈ പെൺകുട്ടി അങ്ങയോട് എന്തെങ്കിലും അപരാധം ചെയ്തിട്ടുണ്ടോ? മറുപടിയില്ല രാമന്. വാൽമീകിയുടെ രാമായണത്തിൽ രാമൻ തൻ്റെ അപരാധങ്ങൾക്ക് വാൽമീകിയോട് മാപ്പ് പറയുന്നൊരു രംഗമുണ്ട്. അപ്പോൾ രാമനെ ചോദ്യം ചെയ്യാൻ വേണ്ടി എഴുതിയ പുസ്തക രാമായണം, വേറൊന്നിനും വേണ്ടി എഴുതിയല്ലത്. അതിൻ്റെ തുടക്കത്തിൽ ബാലകാണ്ഡത്തിൽ ഏതാണ് മഹാപുരുഷൻ, ആരാണ് പുരുഷോത്തമൻ, ആരാണ് അഹങ്കാരമില്ലാത്തവൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നാരദനോട് വാൽമീകി. നാരദൻ പറഞ്ഞ മറുപടി ശ്രീരാമേന്ദ്രൻ എന്നാണ്. പക്ഷേ ആ കഥ പറഞ്ഞു വന്നപ്പോൾ അത് മുഴുവൻ രാമനെ നിശിതമായി വിമർശിക്കുന്ന, ആക്രമിക്കുന്ന പുസ്തകമായിട്ട് അത് മാറി. രാമനെ വിമർശിക്കുന്നത് വല്ലവരും. ഇപ്പോൾ എന്തിനാ മഹാഭാരതം എഴുതിയത്? ഗാന്ധാരിയോടും കുന്തിയോടും ദ്രൗപദിയോടും നിങ്ങൾ എങ്ങനെ അന്യായം കാണിച്ചു എന്നീ ആണുങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ്. അത് വായിച്ചു നോക്കിയാൽ അറിയാം. ഇത് ഞാനിപ്പോൾ വ്യാഖ്യാനിക്കുന്നത് മാത്രമല്ല, കുട്ടികൃഷ്ണമാരാർ നേരത്തെ എങ്ങനെ വ്യാഖ്യാനിച്ച് വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചർച്ചായോഗം എന്നുള്ള പുസ്തകവും ദന്തഗോപുരം എന്നുള്ള പുസ്തകവും അദ്ദേഹത്തിൻ്റെ രാജാങ്കണത്തിലെ വാൽമീകിയുടെ രാമൻ എന്നുള്ള ലേഖനവും ഒക്കെ തെളിവാണ്. അപ്പോൾ ഇത് 1936 എൻ്റെ ഓർമ്മ, അംബേദ്കർ ഒരു പുസ്തകം എഴുതുന്നുണ്ട്, രാമനും കൃഷ്ണനും പ്രതിക്കൂട്ടിൽ എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ മലയാള പരിഭാഷ ഞാൻ MA പഠിക്കുമ്പോൾ വായിച്ചിട്ടുണ്ട് 74. അപ്പോൾ ഈ രാമായണം നമ്മൾ നിരന്തരം ചർച്ച ചെയ്യണം എന്നുള്ള ഒരാളാണ് ഞാൻ. കാരണം അതിലെ ബ്രാഹ്മണാധിപത്യം, അതിലെ ജാത്യാധിപത്യം, അതിലെ പുരുഷാധിപത്യം, രാജാധിപത്യം തുടങ്ങിയുള്ള എല്ലാ ജീർണതകളുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ അതൊന്നും അല്ലാത്ത വേറെ ചിലതുണ്ട്. ആ വേറെ ചിലതിനാണ് ഈ വാൽമീകി. ഇപ്പോൾ വാൽമീകിയുടെ ഒരു കുറ്റം ഞാൻ പറയാം. ശംഭുകനെ കൊന്നു രാമൻ. ശംഭുവൻ ചെയ്ത കുറ്റം എന്താണ്? ശംഭുവൻ ചെയ്ത കുറ്റം തപസ് ചെയ്തു എന്ന്. അവിടെ അങ്ങനെ സംഭവം ഉണ്ടായി. ഒരു ബ്രാഹ്മണൻ്റെ 14 വയസ്സുള്ള കുട്ടി മരിച്ചുപോയി. ആ ബ്രാഹ്മണൻ കൊട്ടാരത്തിൻ്റെ ഗോപുരവാതിൽക്കൽ വന്നിട്ട് നിലവിളിച്ചു, പറഞ്ഞു, മഹാരാജാവ് എന്തോ അന്യായം ചെയ്തിട്ടാണ് എൻ്റെ കുഞ്ഞ് മരിച്ചു പോയത്, അതുകൊണ്ട് ഈ കുഞ്ഞിൻ്റെ ജീവൻ തിരിച്ചു തരണം. രാജാവിൻ്റെ അധർമ്മം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ബാലമരണങ്ങൾ ഉണ്ടാവുന്നത്. അപ്പം അദ്ദേഹം പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും വലിയ രാജഗുരുക്കന്മാരെയൊക്കെ വിളിച്ചു കൂട്ടിയപ്പോൾ നാരദനാണ് പറഞ്ഞത്, ഈ നാട്ടിൽ ഒരു ശൂദ്രൻ തപസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ കുഞ്ഞ് മരിച്ചു പോയത്. അപ്പോൾ രാമനുടനെ പുഷ്പവിമാനം അദ്ദേഹം വിചാരിച്ചാൽ വരും, പുഷ്പവിമാനത്തിൽ കയറി പോയി. അപ്പോൾ ഒരു മരക്കൊമ്പിൽ ഒരാൾ തല കീഴായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ തോന്നി ഇതായിരിക്കും. അപ്പോൾ ചോദിച്ചു, ശൂദ്രനാണെന്ന്. അദ്ദേഹം സത്യം പറഞ്ഞു, പേര് ശംഭുവൻ എന്നാണ്, ശൂദ്രനാണ്, തപസ് എന്താ തപസ് ചെയ്യുന്നത്, സ്വർഗത്ത് പോകാനാണ്. ഉടനെ തലവെട്ടി. ഈ തലവെട്ടിയതിനെ വാൽമീകി മഹർഷി അഭിനന്ദിക്കുന്നത് വാൽമീകി രാമായണത്തിലുണ്ട്. ഒരു കിളിയെ, ഒരു കുരരിപ്പിടയെ അമ്പയച്ച് അത് കിടന്ന് പിടയുന്ന കണ്ടപ്പോൾ മാ നിഷാദ കാട്ടാള അരുതേ എന്ന്
നിലവിളിച്ച മഹാകവി വാൽമീകി, അദ്ദേഹം തന്നെ എഴുതിയതൊക്കെ, ഞാൻ പറഞ്ഞല്ല, വാൽമീകി രാമായണത്തിലുള്ള. അദ്ദേഹം രാമനെ അനുമോദിക്കുന്നുണ്ട്. എല്ലാവരും രാമനെ അനുമോദിച്ചു. കാരണം ഇതിലും വലിയ കാരണം തപസ് ചെയ്യുന്ന ശൂദ്രനെ കൊല്ലുന്ന പോലെ ഒരു പുണ്യകർമ്മം വേറെ ഇല്ലല്ലോ. ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇത് സങ്കീർണമാണ്, ഇത് ലളിതമല്ല, വളരെ സങ്കീർണമാണ്. അപ്പം ഞാൻ പറയുന്നത് രാമായണത്തെയോ മഹാഭാരതത്തെയോ ഗീതയെയോ ഖുർആനെയോ ബൈബിളിനെയോ അല്ലെങ്കിൽ ഗുരു ഗ്രന്ഥ സാഹിബിനെയൊക്കെ നമ്മൾ അവഗണിക്കുന്നതിന് പകരം നമ്മളെ കൊണ്ടാവും പോലെ പഠിക്കുകയും അതിൻ്റെ എല്ലാ നല്ല വശങ്ങളും എടുത്തു പറയുകയും എല്ലാ ചീത്ത വശങ്ങളും അതുപോലെ എടുത്തു പറയുകയും ചെയ്യുന്ന ഒരു സംഗതിയാണ് അതിൽ പ്രായോഗികമാവുമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ലീലാവതി ടീച്ചർ വാൽമീകി രാമായണം പരിഭാഷപ്പെടുത്തിയാണ്. ഞാൻ ഉദാഹരണം പറയാം. ടീച്ചർ പറയുന്നുണ്ട് ശംഭുകവധം പ്രക്ഷിപ്തമാണ്, ഇൻ്റർപോളേഷനാണ്, പിന്നെ ആരോ കൂട്ടിച്ചേർത്താൻ ആയിക്കോട്ടെ. അതിനകത്തുണ്ട് ഇപ്പോൾ ഉത്തരകാണ്ഡം മുഴുവൻ പ്രക്ഷിപ്തമാണെന്ന് പറയും. ഉത്തരകാണ്ഡം എന്ന് പറഞ്ഞാൽ എന്താ? രാവണനെ തോൽപ്പിച്ച് ഇവിടെ വന്ന് രാജ്യഭാരം വീണ്ടും ഏറ്റ് അനേക കാലം 60,000 കൊല്ലം രാമൻ സുഖമായി നാട് ഭരിച്ചു. അവിടെ തീർന്നു രാമായണം. പിന്നെ വരുന്ന ഉത്തരകാണ്ഡ. ഉത്തരകാണ്ഡത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ ഉള്ളത്. ഏത്? സീതാപരിത്യാഗം, സീതയെ ഉപേക്ഷിക്കുന്നത്, ലക്ഷ്മണനെ ഉപേക്ഷിക്കുന്നു, ശംഭുകനെ കൊല്ലുന്നു, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ. അപ്പം രാമായണ എന്നുള്ള പ്രസിദ്ധമായ പുസ്തകത്തിൽ രാജഗോപാലാചാരി അദ്ദേഹത്തിൻ്റെ ഒരു അബ്രിഡ്ജ്ഡ് എഡിഷൻ ഉണ്ട്. ഇപ്പോൾ 1.5 കോടി ചിലവായി കഴിഞ്ഞു എന്നാണ് അതിൻ്റെ കവറിൽ ഞാൻ കണ്ടത്. അതിൽ ഈ സാധനമൊന്നുമില്ല. ഗുപ്തൻ നായർ സാറ് മനോഹരമായ പുസ്തകമാണ് രാമായണ സംഗ്രഹം. അതിൻ്റെ 1-ാം പതിപ്പിൽ ഇവിടെ കഴിഞ്ഞു. ഉത്തരകാണ്ഡം എന്നൊരു സാധനം, ഉത്തരകാണ്ഡം കൂടി വാൽമീകി രചിച്ചിട്ടുണ്ടെന്ന് ഇതിൻ്റെ ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട്. 6 കാണ്ഡവും പിന്നെ ഉത്തരകാണ്ഡവും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം, നമ്മൾ എനിക്കിതൊന്നും പ്രക്ഷിപ്താൻ തോന്നിയിട്ടേ ഇല്ല. അപ്പോൾ ലീലാവതി ടീച്ചർ അങ്ങനെ, കാരണം ഈ മറുപടി ഇല്ലാതെ വരുമ്പോൾ ഇവർ പറയുന്നൊരു മറുപടിയാണ് എന്ത്, അതൊക്കെ വേറെ ആരും എഴുതി ചേർത്താൻ, ബാക്കി ആവശ്യമുള്ളതൊക്കെ ഇവർ എഴുതിയതാണ്. നമ്മൾ വിമർശിക്കുന്ന വല്ലതും വരുമ്പോൾ അപ്പോൾ നമ്മളത് പഠിക്കുക, നമ്മളത് വിമർശിക്കുക. നമ്മളത് ഇപ്പോൾ ഗാന്ധിയോട് കാണിക്കേണ്ടത് ഗാന്ധിയെ പഠിക്കുകയും പരിഗണിക്കുകയും വിമർശിക്കുകയും അദ്ദേഹത്തിന് എടുക്കുകയും ചെയ്യണം, അവഗണിക്കല്ല വേണ്ടത്. അപ്പോൾ ഈ രാമായണ മാസം കൊണ്ടാടുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ അജണ്ടയായിട്ട് ഇന്ന് മാറിയിട്ടുണ്ടാവും. പക്ഷെ അത് തുടങ്ങിയത് അങ്ങനെയാണെന്ന് എനിക്ക് തീരെ തോന്നുന്നില്ല. കാരണം അന്ന് ഇവിടെ പഞ്ഞമാസമാണ്, വലിയ കഷ്ടങ്ങളുണ്ട്, വലിയ വെള്ളപ്പൊക്കവും ഇതൊക്കെയുള്ള കാലത്താണ്. എൻ്റെ കുട്ടിക്കാലത്തും കൂടി അവിടെ രാമായണം വായിക്കുന്നൊരു പരിപാടി ഉണ്ട്. അതിപ്പം വൈലോപ്പള്ളി അതിനെപ്പറ്റി തന്നെ ഒരു കവിത എഴുതുന്നുണ്ട്, രാമായണ വായന എന്നാണ് കവിതയുടെ പേര്. അപ്പം അതുകൊണ്ട് ഇതിഹാസങ്ങളെ നമ്മൾ എൻ്റെ കണക്കിന് ചരിത്രമായിട്ടോ വിശുദ്ധ ഗ്രന്ഥമായിട്ടോ അല്ലാതെ സാഹിത്യകൃതിയായി കാണുകയും അതിൽ വെളിപ്പെടുന്ന സാമൂഹ്യ രാഷ്ട്രീയ പ്രവണതകളെ എതിർക്കേണ്ടതിനെ മുഴുവൻ എതിർക്കുകയും ചെയ്യുന്ന ഒരു പണി നമ്മൾ എടുക്കണം. അല്ലെങ്കിൽ മറ്റവരത് ഉപയോഗിക്കും എന്ന് നമ്മൾ കരുതിയിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.